ഞാനൊരു പരന്ന വായനക്കാരനൊന്നുമല്ല. എങ്കിലും വായന സന്തോഷ നിർഭരമായ അനുഭവമാണ് തരാറുള്ളത്. ഒരു ശരാശരി വായനാ തൽപരൻ എന്ന് വേണമെങ്കിൽ പറയാം. വായിക്കുന്നത് ഫിക്ഷൻസ് ഉണ്ട്, റിലീജിയസ് ബുക്സ് ഉണ്ട്, ഫിലോസഫി ഉണ്ട്, പോയട്രി ഉണ്ട്. അത് സാന്ദർഭികമായിട്ടൊക്കെ ഇവയൊക്കെ വായിക്കും. എൻ്റെ വായനാനുഭവത്തിൽ അങ്ങേയറ്റം വിരസമായി തോന്നിയത് കാൾ മാർക്സിൻ്റെ ദസ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്ന ഗ്രന്ഥമാണ്. മുമ്പത് വായിച്ചിട്ടുണ്ട്, പിന്നീട് അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് വായിച്ചു. എനിക്ക് കാര്യമായി ഒന്നും മനസ്സിലായില്ല. പ്രോലിറ്റേറിയൻ, പിന്നെ അങ്ങനെയുള്ള ചില കടുകട്ടിയായ പദങ്ങളും നമ്മൾ സാധാരണ പ്രസംഗരുന്ന് കേൾക്കുന്ന ബൂർഷാസി, പെറ്റി ബൂർഷാസി പദങ്ങളൊക്കെ ഏതാണ്ടറിയാം. എന്നാൽ പിന്നീട് അതിൻ്റെ മലയാളം വേർഷൻ DC ബുക്സ് പ്രസിദ്ധം ചെയ്യുന്ന വോളിയങ്ങളുണ്ട്. അവ വാങ്ങി വായിച്ചു. ഈ വായന ആകപ്പാടെ വിരസമായിരുന്നു. അങ്ങനെ അത്യധികം പരിശ്രമം ചെയ്തത് വായിക്കേണ്ടി വന്നത് ഇതിലെന്താണ് എന്നൊന്നറിയാം. ആ വായന, അതിൻ്റെ അനുഭവങ്ങൾ എന്നെ കൊണ്ടെത്തിച്ചത് ഏറ്റവും കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന അർത്ഥത്തിലാണ്. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് ചിലർ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് എന്ന രൂപേണ ചില പ്രചരണങ്ങൾ നടത്തി. ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല, ഇടതുപക്ഷ അനുഭാവിയാണ്. അത് രണ്ടും രണ്ടായിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ വിശദ പഠനങ്ങളുടെ മനസ്സിലാക്കിക്കൊള്ളുക. ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ അതിൻ്റെ പ്രാണിതമായ മാർക്സോ ഹേഗലോ അല്ലെങ്കിൽ പിന്നീട് വന്ന എംഗൽസോ ലെനിനോ സ്റ്റാലിനോ മാവോ സേതുങ്ങോ അവരുടെ പഠനങ്ങളോ പഠിപ്പിക്കലുകളോ ഒന്നും ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമുള്ളതാണ് എന്ന് കരുതുന്നില്ല. അതിൻ്റെ കാര്യകാരണങ്ങൾ ഒന്ന് വിശദീകരിച്ചു കൊണ്ടുവരാം. ഒന്നാമത്, കമ്മ്യൂണിസം മാനവ സമൂഹത്തെ 2 ക്ലാസ്സുകളായി തിരിക്കുന്നു. മലയാളത്തിന് അതിന് വർഗം എന്നാണ് പറയുക. ഈ വർഗം എന്ന ഒരു പദം സത്യത്തിൽ മലയാളി ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ നിന്ന് വിഭിന്നമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് നിഘണ്ടു. വർഗവികാരത്തണലിൽ വിടരും രക്തപതാക സിന്ദാബാദ് എന്നവർ വിളിക്കാറുണ്ട്. എന്താണ് ഈ വർഗവികാരം? അത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു ജാതിയോടുള്ള അഭിനിവേശമാണ് എന്ന ഒരു നിലയിലാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ വർഗം എന്ന പദം ഉപയോഗിക്കുന്നത് സമൂഹത്തെ 2ആയി, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് 2 വേർഷനുകൾ അവർ നൽകുന്നു. അതിലൊന്ന് അധ്വാന വർഗവും മറ്റൊന്ന് ഈ തൊഴിൽ നൽകുന്ന മുതലാളി വർഗവുമാണ്. വർക്കിംഗ് ക്ലാസ്, പണിയെടുക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ തൊഴിലാളി വർഗം. അടുത്തത് ക്യാപിറ്റലിസം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മൂലധന ശേഷിയുള്ള തൊഴിൽ ദാതാക്കളായ സമ്പന്ന വർഗത്തെയാണ് അടുത്തായിട്ട് കാണുന്നത്. ഈ 2 വർഗങ്ങൾ തമ്മിലുള്ള ക്ലാഷായിട്ടാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ലോകത്തെ കണ്ടത്. അതപ്പോൾ ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഇടതുപക്ഷ ചരിത്രകാരന്മാർ, ഇവരുടെ ഒക്കെ പഠനങ്ങളുടെ ഒരപര്യാപ്തത എനിക്ക് തോന്നുന്നത് സമൂഹത്തെ ഇങ്ങനെ 2ആയി തരംതിരിച്ചുകൊണ്ടുള്ള ഒരു പഠനത്തിലാണ്. മാത്രമല്ല, ഒരു യൂട്ടോപ്യൻ ലോകമാണ് അനന്തരഫലമായി വിപ്ലവത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഞാനിതിൻ്റെ പ്രശ്നത്തെ ആദ്യമായിട്ട് ഒന്ന് അഭിസംബോധന ചെയ്യാം. ഈ മൂലധന ശക്തികളെന്തോ ആപത്കാരികളാണെന്നും അവർ മനഃശാസ്ത്രപരമായി തന്നെ വെറുക്കപ്പെടേണ്ടവരാണെന്നും അവരിൽ തന്നെ മാനവിക ദർശനങ്ങളോ ഒന്നും ഉള്ളവരാണെന്ന് മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാർ കരുതുന്നില്ല. എതിർക്കപ്പെടേണ്ടവരാണ് സമ്പന്നർ. ആ സമ്പന്നരിലെ അതിസമ്പന്നരുമൊക്കെ ആയിട്ട് അതിനെ വിഭജിച്ചൊക്കെ പറയുന്നുണ്ട്. തൊഴിലാളികളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ഈ നമ്മുടെ സ്വത്ത് അത് സ്വകാര്യ ഉടമസ്ഥതയിൽ നിന്ന് മാറ്റി ഗവൺമെൻറ് ഉടമസ്ഥതയിൽ നൽകുക, ഗവൺമെൻറ് സകലത്തിൻ്റെയും അധികാരിയായി മാറുക. സ്വത്ത് ഗവൺമെൻറ്റിൻ്റെതാണ്. ഒരു രാഷ്ട്രം അത് തന്നെ ഗവൺമെൻറ്റിൻ്റെതാണ്. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ പൊതുമേഖല ശക്തിപ്പെടുത്തുക. ശക്തിപ്പെട്ട ആ പൊതുമേഖലയ്ക്ക് കീഴിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക.
കുറേ കൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്തെ സകല ആശുപത്രികളും സർക്കാരിൻ്റേതാക്കുക, ചികിത്സ സൗജന്യമാക്കുക, സർക്കാർ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അത് ഓടിക്കുക. സകല സ്കൂളുകളും സർക്കാരിൻ്റേതാക്കുക, അത് പൊതുവിൻ്റേതാക്കുക. സകല റോഡുകളും സകല വാഹനങ്ങളും സർക്കാരിൻ്റേതാക്കുക, അതാണ് സോഷ്യലിസം. അപ്പോൾ സർക്കാർ മുതലാളിയാകുന്നു, ബാക്കി മനുഷ്യർ ആ മൂലധനത്തിൻ്റെ ഉപഭോക്താക്കളാകുന്നു. മറ്റൊരിടത്തിൽ പറഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനം തന്നെയാണ്, ജനം ഉടമകളാകുന്നു. അപ്പോൾ പൊതുസ്വത്ത് എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ഒരു ചിന്ത, ആ പൊതുസ്വത്തും അവിടെ നിന്ന് ഈ പൊതുസ്വത്തിനെ ആവശ്യമായ അളവിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏജൻസിയായി സർക്കാരിൻ്റെ മെഷീനറി പ്രവർത്തിക്കുന്നു. നിങ്ങളും ഞാനുമൊക്കെ അതിൻ്റെ ഉപഭോക്താക്കളായി തീരുന്നു. അപ്പോൾ സ്വന്തം എന്ന് പറയുന്നത് സർക്കാരാണ്, സകലതും സർക്കാരിൻ്റെതാണ്. അപ്പോൾ സർക്കാർ ഉടമസ്ഥതയിൽ ഈ ലോകത്തെ മുഴുവൻ കൊണ്ടുവരിക, അത് തിരഞ്ഞെടുക്കുക. ഈ സർക്കാരിനെ തിരഞ്ഞെടുപ്പിൻ്റെ രീതിയൊക്കെ പാർട്ടിയുടെ ഒരു നിയന്ത്രണം എന്ന നിലയിലാണ്. തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തയല്ല. ഞാൻ തിരഞ്ഞെടുപ്പെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാഹിത്യമൊക്കെ പറഞ്ഞ പാർലമെൻ്ററി വ്യവസ്ഥിതിയെ വാസ്തവത്തിൽ അതിൻ്റെ വിശാല അർത്ഥത്തിലൊന്നും കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും പറഞ്ഞേ? ഇത് കേട്ടാൽ ആകർഷണീയമായൊരു സിദ്ധാന്തമാണ്. പക്ഷേ അതിലെ പരാജയം എന്താണ്? അതിൽ ഒന്നാമത്തെ പരാജയം, സർക്കാർ ഉടമസ്ഥത എന്ന് പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും പൊതുമേഖലയിലാക്കുന്നു. വാഹനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യവകുപ്പ്, കൃഷിയിടങ്ങൾ, എസ്റ്റേറ്റുകൾ, ആശുപത്രികൾ, പിന്നെ സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ എല്ലാം ഗവൺമെൻറ്റിൻ്റേതാക്കുന്നു. അപ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ പ്രശ്നമാണ് ഈ എംപ്ലോയീസ് രാജ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അവിടെ ഉണ്ടാകുന്നു. അത് അതിൻ്റെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹമാണ് കേരളീയർ ഇന്നും. അത് കമ്മ്യൂണിസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഉദ്യോഗസ്ഥ മേധാവിത്വം ഒരു രാഷ്ട്രത്തെ വിഴുങ്ങും. കാരണം ഈ ഉദ്യോഗസ്ഥർ, എംപ്ലോയീസ്, സർക്കാരിൻ്റെ വീക്ഷണത്തിൽ തൊഴിലാളികളാണ്. IASകാരായിട്ടുള്ള, അതിന് താഴേക്ക് വരുന്ന കൺഫറേഡ് IPSകാരായിട്ട് ഉയർച്ച കിട്ടുന്ന ഇവരാണ് വാസ്തവത്തിൽ തൊഴിലാളികൾ. കാരണം പ്രതിമാസ ശമ്പളം കൈപ്പറ്റുകയും ആ ശമ്പളം മറ്റ് എല്ലാത്തരം ആനുകൂല്യങ്ങളും കൈപ്പറ്റുകയും ഇടക്കാല ആശ്വാസങ്ങൾ കൈപ്പറ്റുന്ന, ജീവിത പരിരക്ഷ അവരുടെ ഏറ്റവും സുഗമമാക്കുന്ന, എന്നിട്ട് അയാളെ രാഷ്ട്രത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നൊരു വ്യവസ്ഥയിലാണ് ഇത്രയും വെൽഫെയർ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. ആ വെൽഫെയറൊക്കെ അവകാശം പോലെ പതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീക്ഷണഗതി മുൻനിർത്തിക്കൊണ്ട് വാസ്തവത്തിൽ തൊഴിലാളി എന്ന് പറയുന്നത് ഈ അസംഘടിത മേഖലകളിലെ ആളുകളൊന്നും അല്ല. അവരെ എവിടെയാണ് മാർക്സ് ഏത് കാറ്റഗറി പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതെൻ്റെ വായനാനുഭവത്തിൻ്റെ കുറവാണോ അല്ലയോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നിഘണ്ടുവിലെ തൊഴിലാളി എന്ന് പറയുന്നത് തൊഴിൽ വിൽക്കാൻ ശേഷിയുള്ള ആളുകളാണ്. പ്രതിമാസ ശമ്പളം വാങ്ങുന്ന, മറ്റ് ബോണസും ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന, പെൻഷൻ കൈപ്പറ്റുന്ന ഒരു എംപ്ലോയിയെ തന്നെയാണ് തൊഴിലാളി എന്ന് വിളിക്കേണ്ടത് അതിൻ്റെ നിർവചനപ്രകാരം. എന്നാൽ ഡെയിലി വേജസിന് പണിയെടുക്കുന്ന, ഏറ്റവും താഴെത്തട്ടിൽ അധ്വാനിക്കുന്ന, രാഷ്ട്രനിർമ്മിതിയിൽ പങ്കെടുക്കുന്ന ആളുകളെ എങ്ങനെയാണത് വിവക്ഷിക്കുന്ന അറിയില്ല. ഇപ്പോൾ പിന്നെ ആർട്ടിസാൻസ് യൂണിയനും ഇങ്ങനെയൊക്കെയുള്ള നിർമ്മാണ മേഖലയിലെ പല തൊഴിലാളികളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊന്നും ഒരു ഈ IASകാരുടെ കൂട്ടോ IPSകാരുടെ കൂട്ടോ അതിൻ്റെ താഴെ തലത്തിൽ വരുന്ന ആളുകളെ പോലെയോ പരിഗണന അർഹിക്കുന്ന തൊഴിലാളിയല്ല. അതാണ് വസ്തുത. ആണെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയല്ല. ഇനി അടുത്തൊരു പ്രശ്നം എന്താ? ഈ മനുഷ്യനെ രണ്ട് വർഗമായി തരംതിരിച്ച് ഇവിടെ മുതലാളിയുണ്ട്, തൊഴിലാളിയുണ്ട് എന്ന നിലയിലേക്കുള്ള ഒരു സങ്കല്പം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഒരു സംഘർഷമാണ്, സുഖമില്ലാത്തൊരു സംഘർഷമാണ്. ആ സംഘർഷം എന്താണെന്ന് ഞാൻ പറയാം. ഈ സ്വകാര്യ മേഖലയിലെ ഇത്തരം മൂലധന ശക്തികൾ മുതലിറക്കുന്നെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രം അഭിവൃദ്ധിപ്പെടത്തുള്ളൂ. ഞാനതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ റിലയൻസിൻ്റെ റീറ്റെയിൽ ഷോപ്പുകൾ വരിക, അന്ന് വലിയ സമരം ഇവിടെ ഉണ്ടായി. അന്ന് പറഞ്ഞ കാര്യം ഈ പ്രാദേശിക ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പിനത് ഭീഷണിയാണ്. പക്ഷെ ഇവരന്നേരം ഉദ്ദേശിക്കുന്നത് എന്താ? അത് ആ സമരത്തിന് അർത്ഥമില്ല. കാരണം നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ വരും മുമ്പ് ഈ ടൈപ്പ് റൈറ്ററും ഒക്കെ വെച്ചുള്ളൊരു പരിപാടിയാണ്. അതിൽ ആളുകൾ അതിനൊക്കെ പഠിക്കാൻ പോകുമായിരുന്നു. എൻ്റെയൊക്കെ ബാല്യത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ടൈപ്പ് ഷോർട്ട് ഹാൻഡും പഠിക്കുക എന്നുള്ളത്
ഒരു ഫാഷൻ തന്നെയായിരുന്നു. അതിൽ ചെറിയ തൊഴിൽ സാധ്യതയൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് തിരിയുക. അപ്പോൾ കമ്പ്യൂട്ടർ വരുമ്പോൾ എതിർക്കാൻ കാരണം ഇവരുടെ തൊഴിൽ പോകുന്നു എന്നുള്ളതാണ്. ഇത്തരം ആളുകളുടെ തൊഴിൽ പോകുന്നു, കമ്പ്യൂട്ടർ ജോലികൾ കൂടുതൽ ചെയ്യുന്നു. പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ഇതിന് അത്തരം തൊഴിലാളികൾക്കൊന്നും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടായില്ല. അവർ പുതിയ മേഖലകളിലേക്ക് ചെന്ന് കയറാൻ ഉള്ള ചിന്ത രൂപപ്പെടുകയാണ് ചെയ്തത്. കാലോചിതമായി അത് പരിഷ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതുപോലെ റിലയൻസ് ആകട്ടെ, അതല്ലെങ്കിൽ വാൾമാർട്ട് ആകട്ടെ, പ്രാദേശിക കടകൾ തുടങ്ങുമ്പോൾ അവരുടെ വിലയോട് പിടിച്ചു നിൽക്കാൻ, വിലക്കുറവിനോട് പിടിച്ചു നിൽക്കാൻ നമ്മുടെ പ്രാദേശിക വ്യാപാരിക്ക് കഴിയില്ല. അയാൾ എന്ത് ചെയ്യും? അയാൾ മറ്റൊരു മേഖല തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് പ്രകൃതിദത്തമാണ്, അല്ലെങ്കിൽ അതാണ് പ്രകൃതി നിയമം. അയാൾ മറ്റൊരു മേഖലയിലേക്ക് മാറാൻ അയാളെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ വിധത്തിൽ ഗതി തിരിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള അന്തരീക്ഷം സംജാതമാക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും ഒരു ഉദാഹരണം പറയാം. ഒരു ഉപഭോക്താവ് അവന് വില കുറവുള്ള മാന്യമായ സാധനങ്ങൾ കയ്യിൽ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളടുത്ത ഒരു മാർക്കറ്റിൽ ചെല്ലുക. അവിടെ ഇരിക്കുന്ന ഈ ചെറുകിട വ്യാപാരികളോ മറ്റാളുകളോ നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ മികച്ച ഓഫറിൽ വൃത്തിയുള്ള സാധനങ്ങൾ വളരെ മര്യാദയോടുകൂടി നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നൊരു തന്ത്രം മൾട്ടിനാഷണൽ കമ്പനികൾക്കുണ്ട്. അടുത്തവരുടെ ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി മത്സരാധിഷ്ഠിതമായ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അന്തരീക്ഷം സംജാതമാക്കുന്നുണ്ട്. അപ്പോൾ റിലയൻസ് മത്സരിക്കേണ്ടത് വാൾമാർട്ടിനോടാണ്. അവർ തമ്മിൽ വിലയിൽ മത്സരിക്കുന്നു, സേവനത്തിൽ മത്സരിക്കുന്നു. അടുത്ത മോറിൻ്റെ കട വരുന്നു, നെസ്റ്റോ വരുന്നു. ഇങ്ങനെയുള്ള കടകൾ തമ്മിലുള്ള ആ മത്സരത്തിൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, ക്വാളിറ്റിയുള്ള സേവനം നിങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നു. അത് പൗരൻ്റെ അവകാശമാണ്. അതല്ല നമുക്ക് ഈ പെട്ടിക്കട വേണം, ചെറിയ കട വേണം, ഈ രൂപത്തിലേക്ക് ചിന്തിച്ച് ഇതാണ് ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ വർഗവിഭജനം നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് സാമ്പത്തിക നയം, പൊതുമേഖലയിൽ കൂടുതൽ നിക്ഷേപം ഉണ്ടാവുക എന്നുള്ളൊരു നയം തികച്ചും അശാസ്ത്രീയമാണ്. അപ്പോൾ ഈ അശാസ്ത്രീയതയുടെ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പൊതുമേഖലയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നു, അവിടെ ഉത്തരവാദിത്വ ബോധമുണ്ടാവില്ല. കാരണം പ്രതിമാസ ശമ്പളം കിട്ടുന്ന ഒരു എംപ്ലോയിക്ക് പ്രത്യേകിച്ച് കടപ്പാടൊന്നും സമൂഹത്തോടില്ല. അതിപ്പം ഈ സംസ്കാരചിത്തമായ ലോകത്ത് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇവരുടെ ഉദ്യോഗസ്ഥ മേധാവിത്വ ബോധം ഒത്തിരി പോയിട്ടുണ്ട്. ഇപ്പോൾ അവർ മറ്റുള്ള പൗരനെ കൂടി ബഹുമാനിക്കാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം സ്വകാര്യ മേഖല അപ്പുറത്ത് ചെയ്യുന്ന ഏറ്റവും ശക്തിമത്തായ ആ സംവിധാനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് അതേ പറ്റുള്ളൂ, സർക്കാരുകൾക്കും അതേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പൊതുമേഖലയിൽ മുതലിറക്കിക്കഴിഞ്ഞാൽ കെടുകാര്യസ്ഥതയാണ് അതുകൊണ്ടുണ്ടാകാവുന്ന ഏതെങ്കിലും ഗുണമെന്ന് പറയുന്നത്. അതിന് ഞാൻ ഒരു തെളിവ് കൂടി പറയാം. ഈ മൻമോഹൻ സിംഗ് നമ്മളുടെ റിസർവ് ബാങ്ക് ഗവർണറും പരേതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിരുന്നൊരു കാലം ഓർക്കുന്നുണ്ട്. അന്നാണ് 90കളിലാണ് ഉദാരവൽക്കരണം വരുന്നത്. ഉദാരവൽക്കരണത്തെ ശക്തമായിട്ട് ഇടതുപക്ഷം എതിർത്തു എന്നുള്ളതാണ് അന്നത്തെ. ഇത് എതിർക്കുമ്പോൾ ഒത്തിരി കഥകൾ പറഞ്ഞിരുന്നു. ആസിയാൻ കരാറിനെ, ഘാട്ട് കരാറിനെ ഒക്കെ എതിർത്തിരുന്നു. ഈവൻ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി പോലും ഈ ഇത്തരം ആസിയാൻ കരാറിനെയൊക്കെ എതിർത്തിരുന്നു. എതിർക്കുമ്പോൾ പറയുന്നത് അതിൽ വിദേശ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ സ്വദേശ ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നു. അത് കുറയട്ടെ, അപ്പോൾ നമുക്ക് അടുത്ത പോംവഴിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതേ കഴിവുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഈ ഉദാരവൽക്കരണം കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ മിഡിൽ ക്ലാസ് വളർന്നു വന്നത്. അവരുടെ ബാങ്കുകളാണ് ഈ പേപ്പർ വർക്കുകളുടെ കാഠിന്യമില്ലാതെ ലോണ് തന്നത്. അങ്ങനെ എല്ലാ മനുഷ്യർക്കും ലോണ് പ്രാപ്യമായപ്പോഴാണ് സാധാരണ വീടുകളിലും വണ്ടിയും അത്യാവശ്യ സൗകര്യങ്ങളും ജീവിത നിലവാരങ്ങളും ഉയർന്നത്. അതിവിടെ സർക്കാരിന് ചെയ്യാമായിരുന്നു. ഇപ്പം നമ്മൾ പറയുകയാണ് HDFCക്കാരൻ നമുക്ക് വലിയ പലിശയ്ക്ക് നമ്മുടെ പൈസ കൊണ്ടുപോകുന്നു. ഇതേ കാര്യം SBTക്ക് ചെയ്യാം. നിങ്ങൾ SBTയിലേക്ക് ഒരു സാധാരണ മനുഷ്യൻ ലോണിന് ചെന്നാട്ടെ, ഒരു മര്യാദ അവിടെ ഉണ്ടാവില്ല. സാങ്കേതിക കുരുക്കുകളാണ്. നിങ്ങൾക്കെങ്ങനെ ഇത് തരാതിരിക്കാം എന്നുള്ളതിൽ അവർ ഗവേഷണം നടത്തിയിരിക്കുന്ന പോലെയാണ്. 100 തവണ ഓടേണ്ടി വരും. അപ്പോൾ നിങ്ങളെന്ത് പണം കൊടുത്താലും ബോണ്ട് കൊടുത്താലും സാധാരണ മനുഷ്യന് അത് പ്രാപ്യമല്ല. അപ്പോഴാണ് ഈ ബ്ലേഡ് പലിശയ്ക്ക് വന്ന് ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നു. അവർ അതിൻ്റെ തിക്താനുഭവങ്ങൾ കുറേയൊക്കെ ഉണ്ടെങ്കിലും താരതമ്യേന ഗുണമാണ് അതിനുള്ളത്. കാരണം അന്നേരം ഈ കാര്യം നടക്കുന്നു, അതിൻ്റെ ഈ ഭാരം തലമുറയിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യർക്ക് വാഹനമെടുക്കാനും വീട് വെക്കാനും സ്ഥലം വാങ്ങാനും ഈവൻ മക്കളുടെ വിവാഹത്തിന് പോലും ഇത്തരം ബാങ്കുകൾ
ഉള്ളത് പര്യാപ്തമായി. അപ്പോൾ സ്വകാര്യ മേഖലയിൽ ഇങ്ങനെ ഒരു നീക്കം ഉദാരവൽക്കരണത്തിലൂടെ വന്നപ്പോഴാണ് രാജ്യം ഒരു വെൽനസ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോയത്. അതായത് കമ്മ്യൂണിസത്തിൻ്റെ ഏതെങ്കിലും സമീപനം കൊണ്ടാണ് എന്ന് കരുതുന്നില്ല. ഈ ഒരു വഴി കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി. തോമസ് ഐസക്കൊക്കെ നമ്മുടെ എക്കണോമിസ്റ്റ് മന്ത്രിയൊക്കെ ആയ സമയം മുതൽ അദ്ദേഹമൊക്കെ മാറി ചിന്തിച്ചു. ഉദാരവൽക്കരണത്തിൻ്റെ വഴിയിലൂടെ തന്നെ നടന്നു. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. നിങ്ങൾക്കറിയണം, ഏറ്റവും അധികം സ്വകാര്യ മേഖലയിൽ സ്കൂൾ കൊടുത്തത് PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അപ്പോൾ അത് ധാരാളമായിട്ട് കൊടുത്തു. അത് കൊടുക്കണം. കാരണം ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം പൗരൻ്റെ അവകാശമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വകാര്യ മേഖലയെ ഏതോ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കമ്മ്യൂണിസത്തിന് പറ്റുന്ന ഒരാപചയം തന്നെയാണ്. ഇനി വർഗ സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു കാര്യം പറയാം. നമ്മുടെ ഇന്ത്യയിൽ സത്യത്തിൽ നടന്ന സാമൂഹ്യ സംഘർഷങ്ങൾ ഈ തൊഴിലാളി മുതലാളി സംഘർഷമൊന്നുമല്ല. അങ്ങനെയാണ് മാർക്സിസ്റ്റ് ചിന്തകന്മാർ അടുത്ത കാലം വരെ മനസ്സിലാക്കിയത്. ഇപ്പോൾ അതിന് മാറ്റം ഉണ്ടായി തുടങ്ങിയിട്ടൊക്കെയുണ്ട് ചർച്ചകൾ. അവർ ഈ സ്വത്ത് രാഷ്ട്രീയം ഒരിക്കലും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അത് KN കുഞ്ഞഹമ്മദിനെ പോലെയും ഒക്കെ ചില ആളുകൾ അവിടെ PK പോക്കറുമൊക്കെ ചില സ്വത്വരാഷ്ട്രീയവാദം, അവരുടെ സ്വത്വരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുറേ വർഗീയതയാണ്. സ്വത്വരാഷ്ട്രീയം അങ്ങനെയൊന്നുമല്ല. വർഗീയമായി രാജ്യത്തിലെ തീവ്രവാദികളെ ന്യായീകരിക്കാനാണ് പോക്കറും അതുപോലെ തന്നെ KN ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നെ CPM ഇടപെട്ട് അവരെ നാവടച്ചു. കാര്യമായിട്ടൊന്നും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ രാജ്യത്ത് വർഗസംഘർഷം അല്ലെങ്കിൽ തൊഴിലാളി മുതലാളിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് ഉള്ള കാര്യങ്ങളല്ല നടന്നത് ഒന്നുമല്ല. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ അതിന് ശേഷവുമൊക്കെ കണ്ടത് ജാതി സംഘട്ടനങ്ങളാണ്. ചാതുർവർണ്ണ്യത്തിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ കമ്മ്യൂണിറ്റിയെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയും അതിൻ്റെ ആഭ്യന്തര വിഷയങ്ങൾ, ഈ ശ്രേണീയ സംവിധാനത്തിലെ മേൽത്തട്ട് കീഴ്ത്തട്ട് സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളെ മാർക്സിസ്റ്റ് ചിന്തകന്മാർ വളരെ ബോധപൂർവം തൊഴിലാളി വർഗ സമരമൊക്കെ ആയിട്ട് മാറ്റി. ഒരു ഉദാഹരണം പറയാം. മഹാത്മാ അയ്യങ്കാളി ഒരു സമരം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവർക്കും പ്രവേശനം അന്നത്തെ ഭരണകൂടം അനുവദിച്ച ശേഷമാണ്. ഈവൻ ഈ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവർക്കും പൊതുനിരത്തുകൾ ഉപയോഗിക്കാമെന്ന അവസരം സംജാതമായിട്ട് രാജപാതകളും തുറന്നു കൊടുത്തതിന് ശേഷവും 8 കൊല്ലം കഴിഞ്ഞാണ് ഈ വില്ലുവണ്ടി യാത്ര എന്ന് ഓർക്കണം. അപ്പോൾ സംഘർഷഭരിതമാണ് നമ്മുടെ നാടെന്ന് ഓർക്കണം. ഈ വില്ലുവണ്ടി യാത്രയിൽ അയ്യങ്കാളി നയിച്ച ഈ മുന്നേറ്റം എങ്ങനെ വർഗസമരത്തിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? അത് തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള പ്രശ്നമാണ്? ഒരിക്കലും അങ്ങനെയല്ല. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പഞ്ചമി എന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കുകയാണ്. സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ ചേർക്കാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല, ബാക്കി കുട്ടികൾ ഇറങ്ങിപ്പോവും. പ്രശ്നം ഭയങ്കരമായി. കുട്ടികളെ മാതാപിതാക്കൾ വിടത്തില്ല. അപ്പോൾ ഇത് തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള സംഘർഷമല്ല ഒരിക്കലും. ജാതിയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഘടകം. ഒടുക്കം അയ്യങ്കാളി എടുത്തൊരു സമീപനമാണ്, ഈ കുട്ടിയുടെ തന്നെ പഠിക്കും. അവൾ ഇവിടെ പഠിക്കുന്നില്ല എങ്കിൽ ഒറ്റ ആളുകളും ഇനി പണിക്കിറങ്ങുന്നില്ല. ഈ വയലേലകൾ മുഴുവൻ മുത്തുവിളയിച്ച ഞങ്ങൾ ഇവിടെ മുട്ടിപ്പുല്ല് വിരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 10-18 മാസം നിലം പണിയെടുക്കാതെ ഇട്ടു. പണിയാൻ ഇറക്കാൻ സമ്മതിച്ചില്ല. അത് ലോകം തന്നെ കണ്ടൊരു വലിയ സമരമാണ്. ആ സമരത്തെ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ എഴുതുന്നത് ഒരു വലിയ കാർഷിക വിപ്ലവമാണെന്നാണ്. കാർഷിക സമരം എന്നൊക്കെയാണ്. അത് കാർഷിക സമരമല്ല. കാർഷിക സമരം എന്താണ്? കർഷകൻ്റെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, കർഷകൻ്റെ കൂലി വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള സമരം. അത് വേണമെങ്കിൽ നമുക്ക് കാർഷിക പോരാട്ടമൊക്കെ ആയിട്ട് വേണേൽ ചിത്രീകരിക്കാം. പക്ഷേ അയ്യങ്കാളി ഒരു കർഷക സമരമൊന്നുമല്ല നടത്തിയത്. അയ്യങ്കാളി നടത്തിയത് വിദ്യാഭ്യാസ സമരമാണ്. ആ വിദ്യാഭ്യാസം തൻ്റെ ജനതയ്ക്ക് നിഷേധിക്കുമ്പോൾ ആഹാരം കഴിക്കേണ്ട വഴികളുടെ അല്ലെങ്കിൽ ഒരുതരം മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു യുദ്ധം, ഹർത്താലൊന്നുമല്ലല്ലോ നടത്തിയത്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹർത്താൽ നടത്തുകയല്ല ചെയ്തത്. അദ്ദേഹം അതിനെ ലംഘിച്ചു പോവുകയാണ് ചെയ്തത്. അവകാശം സ്ഥാപിച്ചെടുത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അയ്യങ്കാളി നടത്തിയ വിദ്യാഭ്യാസ സമരത്തെ മാർക്സിസ്റ്റ് ചിന്തകന്മാർ ഇപ്പോഴും വർഗസമരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രസിദ്ധനായ ഡോക്ടർ വിനിൽ പോളിൻ്റെ അടിമകേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്ന പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. മാരത്തി എന്നറിയപ്പെടുന്ന ഒരു ദളിത് സ്ത്രീ, അവർ ഗർഭവതിയാണ്. ആ സ്ത്രീ ഗർഭസ്ഥാവസ്ഥയിൽ ജോലിക്ക് വരാൻ ബുദ്ധിമുട്ടി. ജോലിക്ക് വരാൻ അവളെ കാണാതെ വന്നപ്പോൾ യജമാനൻ ആളയച്ചു വരുത്തുമ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ ഈ സ്ത്രീ വരാതിരുന്ന കാരണം തിരക്കിയപ്പോൾ
അവൾ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യല്ലേ. പക്ഷേ ഈ യജമാനൻ ഒട്ടും വിട്ടില്ല. അവളെ കൊണ്ട് ആ അവസ്ഥയിൽ ഈ കാളയ്ക്കൊപ്പം നിലമുഴാൻ വേണ്ടി ഏർപ്പെടുത്തി മുഖം തോളിലേക്ക് വെച്ചു കൊടുത്തു. പിന്നിൽ നിന്ന് ചാട്ടക്കടിക്കാൻ ആളെയും വെച്ചു. ഹസ്ബൻഡൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവളുടെ. അതിദയനീയമായ ഈ ഘട്ടത്തിൽ 10 മാസം ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച സ്ത്രീ ഈ ജലാശയത്തിലൂടെ വേഗത്തിൽ നടക്കേണ്ടി വന്നു. കാളയ്ക്കൊപ്പം നടക്കണം. ആ പോക്കിൽ അവൾ പ്രസവിച്ചു. അവിടെ വീട് അവൾ മരിച്ചു. ചോര കുഞ്ഞിനൊപ്പം മരിച്ചു. ആ ചേറിൽ മരിച്ചുപോയി. തോവാള എന്ന സ്ഥലത്ത് ഒരു സംഭവമാണ് ഡോക്ടർ വിനിൽ പോൾ ഉദ്ധരിക്കുന്നത്. അവിടെ ഒരു കാര്യം കാണേണ്ടത്, ഇതെങ്ങനെയാണ് വർഗസമരമാകുന്നത്? മാർക്സിസ്റ്റ് ചിന്തകന്മാർ ഇത് വർഗസമരമാകും. കാരണം എന്താണ്? ഈ സ്ത്രീ തൊഴിലാളിയും ഈ യജമാനൻ മുതലാളിയും. വാസ്തവത്തിൽ അതൊക്കെ ജാതീയമായ അംശങ്ങളുള്ള ഇത്തരം പ്രശ്നങ്ങളെ, കീരാളപക്ഷത്തു നിന്നുള്ള ഇത്തരം ചെറുത്തുനിൽപ്പുകളെ ഒന്നും ഇവിടുത്തെ ഇടതുപക്ഷ ചരിത്രകാരന്മാരോ മാർക്സിസ്റ്റ് പാർട്ടിയോ കണ്ടില്ല. അതൊരു വലിയ വസ്തുതയാണ്. അതുകൊണ്ട് മാർക്സിസം അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയത് ഒരു ശൂദ്രാധിപത്യം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയെടുത്തു. ആ ശൂദ്രാധിപത്യത്തിൻ്റെ പരിണിത ഫലമാണ് നമുക്കിന്ന് കാണാം. ഈ ഇടതുപക്ഷ MLA-മാരിൽ അധികം പേരും വന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റി എവിടെയാണ്? ബ്രാഹ്മണിക്കൽ ഹെജമണിയുടെ എല്ലാ ഗുണഗണങ്ങളും ആസ്വദിക്കുന്ന ശൂദ്ര സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകൾ MLA-മാരുള്ളത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ അത് സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കെന്ന് പറയുന്ന ആരാണ്? അത് ഈഴവരും ദലിതരുമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ രണ്ട് കമ്മ്യൂണിറ്റിയിൽ ഈഴവർക്ക് അർഹമായ കുറേ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. CM അടക്കമുള്ള ചിലരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരും വ്രണിതരാണ്. കാരണം എന്താണ്? ഈ പാർട്ടിക്കൊരു വോട്ട് ബാങ്കായി നിലകൊള്ളാതെ ഈ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഒരു കാലഘട്ടത്തിലും നേരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു ശൂദ്ര വിഭാഗത്തിൽ നിന്ന് വേണ്ട ദ്രോഹമൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം MLA-മാരുള്ളത്. ഇനി മന്ത്രിമാരെ എടുത്താലോ, അതും അവർ തന്നെയാണ്. ഇനി നമുക്ക് നേരെ തിരിച്ചും ചിന്തിക്കാം. കോൺഗ്രസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ ചില കാരണങ്ങൾ തക്ക സമയത്ത് പറയും. ഏത് രൂപത്തിൽ എങ്ങനെ കളിച്ചാലും ഇതാണ് അവസാനം വന്നെത്തുന്ന ഒരു അവസ്ഥാവിശേഷം. അതെന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ തന്ത്രപൂർവം ഇത്തരം മുഴുവൻ മുന്നേറ്റങ്ങളുടെയും മുമ്പിൽ വരാനുള്ള ഒരു കൗശലം ശൂദ്രർ എക്കാലഘട്ടത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. തങ്ങൾ ചവിട്ടി മതിക്കപ്പെടുമ്പോൾ ബ്രാഹ്മണൻ്റെ പാദസേവ ചെയ്യുക, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, അവർക്ക് വേണ്ടി പട്ടാളമാവുക, തടയിലുള്ളവനെ അതേ വിധത്തിൽ ഉന്മൂലനം ചെയ്യുക, വേണ്ടി വന്നാൽ സാമ്രാജ്യത്തിനെതിരെ പൊരുതുക, അല്ലെങ്കിൽ സാമ്രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക. വേലുത്തമ്പിയൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ഇന്നും മറ്റൊരു രൂപത്തിലും ഭാവത്തിലും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ, കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു ആശയം തന്നെയാണ്. അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ മാനവികത നമുക്ക് തിരികെക്കയറ്റാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിലെന്താണ് ആകർഷണീയ ഘടകമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഒന്ന് അവരുടെ സംഘടനാ സംവിധാനമാണ്. രണ്ട്, കാലോചിതമായൊരു മാറുന്നു എന്നുള്ളതാണ്. കാലോചിതമായ ചില മാറ്റങ്ങൾ സാമ്പത്തിക മേഖലയിൽ, സ്വകാര്യ മേഖലകളെ അംഗീകരിക്കേണ്ടി വരുന്ന ഇടത്ത് ചില മാറ്റങ്ങൾ അവർ നടത്തുന്നു. അതിനെ ഞാൻ കാണാതിരിക്കുന്നില്ല. ഇനിയുള്ളത് ചില തരത്തിൽ അവർക്ക് മലയാള ഭാഷ പറഞ്ഞാൽ പണി കിട്ടുക എന്നൊരു കേസ് ഇട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർ അവഗണിക്കുന്ന സമൂഹങ്ങളുണ്ട്, ആദിവാസി ദലിത് സമൂഹങ്ങളുണ്ട്. അവർ പറയുന്ന വെൽഫെയറിനെ പറ്റിയാണ്. ഞങ്ങൾ ഇന്നോലൊക്കെ ചെയ്തില്ലേ, ആദിവാസിക്ക് ഇന്നത് ചെയ്തില്ലേ, അവർക്ക് ഞങ്ങൾ ഇത്ര വീട് കൊടുത്തില്ലേ, ഞങ്ങൾ ഇത്ര പട്ടയം കൊടുത്തില്ലേ. ഈ ആദിവാസിക്ക് പട്ടയം കൊടുക്കുന്നു പറഞ്ഞൊരു പ്രഹസനമാണ്. ഞാൻ CK ജാനുവുമായി നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ആദിവാസിക്കും മറ്റാളുകൾക്കും, അവർ നാട്ടുകാരൻ തന്നെയാണ് വിളിക്കുന്നത്, നാട്ടുകാരനും ആദിവാസി ഇന്ത്യൻ യൂണിയനിൽ പെട്ടവരല്ലെന്നുള്ള നിലയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ ഭൂമിക്ക് ഈ പട്ടയം കൊടുത്താൽ അത് ബാങ്ക് വാല്യൂ ഇല്ല. ബാങ്കിൽ കൊണ്ടുവച്ചാൽ ഒരിക്കലും അതിന് ബാങ്കുകാർ ലോൺ കൊടുക്കില്ല. കാരണം ആദിവാസിയെ വിശ്വാസമില്ല, അവനത് വിൽക്കും. മുൻകൂട്ടി ഒരു ധാരണ വച്ചിരിക്കുകയാണ്, ആദിവാസി ഇങ്ങനെയുള്ള ആളാണ്, അവൻ കിട്ടിയാൽ ഉടനെ വിറ്റ് കള്ളു കുടിക്കും. ഇനി ആദിവാസി അല്ലാത്ത എത്രയോ പേര് ഇവിടെ വിറ്റ് കള്ളു കുടിക്കുന്നവരുണ്ട്. അവരെ അത് ബാധിക്കില്ല, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇവർ ഈ ഭൂമി കയ്യിലുണ്ട്, കൃഷി ചെയ്ത് ജീവിച്ചോണം. അല്ല അവനത് വെച്ചൊരു ലോൺ എടുക്കാനോ, സാക്ഷാൽ CK ജാനുവിന് പോലും ഒരു ലോണ് അത് വെച്ചെടുക്കാൻ പറ്റുന്നില്ല. അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഒത്തിരി പൈസ ഉണ്ടാക്കി ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് 1 മണിക്കൂർ ഇരുന്ന് ചായ കുടിച്ച് പോകുന്ന ഒരു ചെറിയ വീട്, ഇന്നത്തെ കാലത്തനുസരിച്ച് ഒരു നല്ല വീടൊന്നുമല്ല. അവരുടെ വണ്ടി ഒരു എന്താ പറയുക, ചെറിയൊരു വണ്ടി. അപ്പോൾ അത് അവരുടെ സഹോദരൻ്റെ മോനോ മറ്റാണ് അത് ഓടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ EMI അടയ്ക്കണം. ബുദ്ധിമുട്ടിയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? സ്വന്തം പറമ്പിൽ പണിയെടുത്ത് ഒക്കെ അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ രാഷ്ട്രീയം വരുന്നിടത്ത്
കാര്യമായൊരു ഇടപെടൽ സാധുക്കൾക്ക് വേണ്ടി എവിടെയും നടത്തിയിട്ടില്ല. അവർ പറയുന്ന വെൽഫെയറിനെ പറ്റി തന്നെ, എന്ന് വെച്ചാൽ 5 സെൻറ്റ് കൊടുത്തു, അവിടെ ലൈഫിൻ്റെ വീട് കൊടുത്തു, അവിടെ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു, പെൻഷൻ കൊടുത്തു, ഇതൊക്കെയാണ്. പക്ഷേ ഈ ബഹുമാനപ്പെട്ട രാജീവിനെ പോലെ അല്ലെ സ്വരാജിനെ പോലെ അതുമല്ലെങ്കിൽ എന്താ അമൂർത്തവും മൂർത്തവുമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വലിയ പഠനമുള്ള ഗോവിന്ദൻ മാഷിനെ പോലെ ഒക്കെ ഉള്ള ആളുകൾ ശാസ്ത്രീയമായിട്ട് വേണമായിരുന്നു സമൂഹത്തെ പരിഗണിക്കാൻ, എല്ലാവരെയും പരിഗണിക്കാൻ. കാരണം എംപ്ലോയീസിന് വേണ്ടി നടത്തുന്ന ഒരു ഭരണം, എംപ്ലോയീസിന് കൊടുക്കുന്ന വലിയ പരിഗണനകൾ, എന്തിനാണ് ഈ പെൻഷൻ, അവർക്ക് മാത്രം എന്താണ് ഈ സൗജന്യ യാത്രകൾ, എന്തെല്ലാം സൗജന്യങ്ങൾ വാരിക്കൂട്ടി കൊടുക്കുന്നത്. റിട്ടയർ ആകുന്ന ആളിനും പിന്നെ ഈ അതിലും വലിയൊരു തസ്തികയിലിരുത്തുക ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, ബെഹ്റയെ പോലുള്ള ആളുകളെ പിടിച്ച് ഏതെങ്കിലും ഒരു തസ്തിക ഉണ്ടാക്കിയിട്ട് വീണ്ടും അവിടെ ഇരുത്തുകയാണ്. എന്താണ് ഇവരുടെ ജോലി? ഇവരെന്ത് സേവനമാണ് സമൂഹത്തിന് നൽകുന്നത്? റിട്ടയർ ആകുന്ന ഉദ്യോഗസ്ഥന്മാരെ. കോൺഗ്രസ് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെന്നൊന്നും പറയാൻ വയ്യ. അപ്പോൾ ഇത് നമ്മുടെ പൊതു ഖജനാവ് മുടിയുന്നത്. ആ പൊതു ഖജനാവിൽ ഇങ്ങനെ പണം വരിക വഴി അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോഴാ സ്വകാര്യ മൂലധനം തന്നെയാണ് കമ്പാരിറ്റീവ്ലി നല്ലത്. അങ്ങനെ വികസനമുണ്ടാവും, അവിടെ മത്സരമുണ്ടാവും. അങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് രാഷ്ട്രങ്ങൾ വളർന്നത്. ഒന്നുകൂടി അതോട് ചേർത്ത് പറയാം. നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒരു തൊഴിലാളിക്ക് വിലയും നിലയുമുള്ളത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലാണോ ക്യാപിറ്റലിസ്റ്റിക് രാഷ്ട്രങ്ങളിലാണോ? ഞാൻ പറയും, തടി മുറിക്കുന്ന ആളിനെ UK വിളിക്കുന്നത്, US വിളിക്കുന്നത് ട്രീ സർജൻ എന്നാണ്. ട്രീ സർജൻ. തടി മുറിക്കുന്ന ഒരു ഇവിടുത്തെ തൊഴിലാളി എന്താ ഇവിടെ വിളിക്കുക? എന്തോ കുറഞ്ഞ നിലവാരമുള്ള ഒരാൾ. ഇതാണ് ഇവിടെ കാണുന്നത്. തടി മുറിക്കുന്നവനാണോ അവിടുത്തെ ഏറ്റവും ചെറിയൊരു ലോക്കൽ ബോഡി അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർക്ക് സമാനമായ ഒരു ജോലി ചെയ്യുന്നതിനാണോ കൂടുതൽ വരുമാനം എന്ന് ചോദിച്ചാൽ തടി മുറിക്കുന്നവനാണ് അവിടെ വരുമാനം, കൂടുതൽ പൈസ കിട്ടുന്നവർക്കാണ്. ഇനി ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് വാഹനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾ നമ്മുടെ നാട്ടിൽ സാറാണ്, കയ്യെ കെട്ടിയിരിക്കുകയാണ്. അയാളേക്കാൾ ശമ്പളം വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കാണ്. മനസ്സിലായില്ലേ? ഡ്രൈവർക്കാണ് അവിടെ ശമ്പളം. നേഴ്സിനാണ് കൂടുതൽ ശമ്പളം, ഡോക്ടർക്കല്ല. കാരണം പണിയെടുക്കുന്നവരാണ്. ഇനി തറ തുടയ്ക്കുന്ന ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടുന്ന പൈസ അതൊരിക്കലും ഈ വൈറ്റ് കോളേഴ്സിന് അവിടെ കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തെയാണ് നമ്മൾ ഈ സാമ്രാജ്യത്വം മുതലാളിത്തം എന്നൊക്കെ വിളിക്കുമ്പോൾ പണിയെടുക്കുന്നതിന് വില അവിടെയാണ്. ഓട ക്ലീൻ ചെയ്യുന്നവന്, പെരുവഴി വൃത്തിയാക്കുന്നവന്, രാവിലെ വീഴുന്ന ഐസ് കട്ടകൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പിടുന്നവന്, അത് വാരിക്കളയുന്നവന് വില ഉള്ള രാജ്യങ്ങൾ ഇത്തരം രാജ്യങ്ങളാണ്. അതിന് പകരം നമ്മുടെ രാജ്യത്ത് ഇത്തരം ആളുകളുടെ വില എന്താ? അവരുടെ നില എന്താ? അവരെയാണോ സാറെന്ന് വിളിക്കുന്നത്? അല്ലല്ലോ. മറിച്ച് നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾ പോയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ, അതും അല്ലെങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു എക്കണോമിക്കലി വീക്കാണ് ഞാൻ, അല്ലെ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ നിൽക്ക്, സാറില്ല, സീലില്ല, വന്നിട്ടില്ല, നിൽക്ക്, ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മുടക്കിക്കളയുന്ന ഈ ഉദ്യോഗസ്ഥ സംസ്കാരമാണോ വലുത്? ഇവരെന്തിനാണ് ഇങ്ങനെ പരിരക്ഷിക്കുന്നത്? ഇത്ര എംപ്ലോയീസ് ഈ രാജ്യത്ത് എന്തിനാണ്? ഇത്ര ഓഫീസ് ഈ രാജ്യത്ത് എന്തിനാണ്? ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് ഒരു 60 വയസ്സുവരെയൊക്കെ മനുഷ്യന് യൗവനത്തിൻ്റെ ആ പ്രസരിപ്പ് നിലനിൽക്കുന്ന WHO ഒക്കെ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 60 വയസ്സ് വരെ ഇവരെ ആ ജോലി തുടരാൻ അനുവദിക്കണ്ടേ? എന്തിനാണ് ഈ 55 വയസ്സിൽ പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ്? അല്ലെ 56 58 വയസ്സ് കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ പറയുന്ന കാരണം എന്താണെന്നറിയണ്ടേ? കുറേ പേര് എംപ്ലോയീസ് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, അവരുടെ അവസരം പോകുന്നു. അവരുടെ അവസരമല്ല സാർ പ്രധാനം, ഈ രാഷ്ട്രത്തിൻ്റെ വളർച്ചയാണ്, ആ പൊതുസമ്പത്ത് നിലനിൽക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇവരെ 3 കൊല്ലം കൂടെ പണിയെടുപ്പിച്ചാൽ അതല്ലേ നല്ലത്? ആ 3 കൊല്ലം പണിയെടുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? അല്ലെങ്കിൽ ഈ 3 കൊല്ലം ഇവരെ നമ്മൾ പെൻഷൻ കൊടുക്കുകയും വേണം, പുതിയ ആളുകളെ നമ്മൾ അവിടേക്ക് അപ്പോയിൻറ്റ് ചെയ്യണം. ഈ വലിയ അസമത്വം ഇവിടെ സംഭവിക്കുകയാണ്. ഇനി വേറെന്തെന്നാ, ഈ ഇത്രയും ഓഫീസുകൾ എന്തിനാണ്? ഈ വിവരസാങ്കേതിക വിദ്യയുടെ ഒരു കാലത്ത് ഇത്രയും വില്ലേജ് ഓഫീസുകൾ, ഇത്രയും റവന്യൂ അധികാര സ്ഥാനങ്ങൾ എന്തിനാണ്? ഇവരെന്താ അവിടെ ഇത് ചെയ്യുന്നത്? കുറേ പേപ്പറുകൾ, എണ്ണിയാലൊടുങ്ങാത്ത കുറേ ഫയലുകൾ, അത് ചുമ്മിക്കൊണ്ടൊരുത്തും പോകുന്നു. അവിടെ അവർ കഥ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഇത്രയും പേപ്പേഴ്സ് എന്തിനാണ്? ഈ വരുമാന സർട്ടിഫിക്കറ്റ് എന്തിനാ? മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ വരുമാനം എത്രയെന്ന് ഗവൺമെൻറ്റിന് അറിയാം. അല്ലെങ്കിൽ ഇത് ഒരുത്തം വന്ന് അന്വേഷിച്ച് വീടും പരിസരമെല്ലാം കണ്ടിട്ട് എഴുതി പോകുന്നൊരു കാര്യമില്ല, ഇത്ര കിട്ടും, ഇയാളൊരു അസ്യൂം ചെയ്യുക. അത് തന്നെ തെറ്റാണ്. യഥാർത്ഥമുള്ള വരുമാനം പോലും അല്ല എഴുതിക്കൊണ്ട് പോകുന്നത്. അയാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ കുറേ കൂടെ താത്തെഴുതി തരും. ഇതാണൊരു സ്ഥിതി. ഇനി ഇയാൾ ചെന്നിട്ട് ഇതിനെല്ലാം കൂടെ പേപ്പർ ഉണ്ടാക്കി അയാളെ ആവശ്യമില്ലാതെ അവിടെ ഇരുത്തിരിക്കുക. കാരണം എൻ്റെ വരുമാനം ബാങ്ക് വഴി എത്രയും നിങ്ങൾക്കറിയാം, അല്ലാതെ ഉള്ള പണം ഉണ്ടാകും. അതിലൊക്കെ ഇതുപോലെ ഊഹം ചെയ്ത് എഴുതാൽ മതി, കാര്യങ്ങളോ എത്രയേ ഉള്ളൂ. ഇത് ഒരു ആവശ്യത്തിന് വരുമ്പോൾ ഏത് ഓഫീസിലാണ് ചെല്ലുന്നത് അവർക്ക് നോക്കിയാൽ ഈ ഡേറ്റ നോക്കണം. അതിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ വരുമാനം കിട്ടാൻ പറ്റണം, എൻ്റെ ജാതി ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടാൻ സാധിക്കണം, എൻ്റെ എഡ്യൂക്കേഷണൽ യോഗ്യത ആവശ്യമുണ്ടെങ്കിൽ അത് കിട്ടണം. അതെല്ലാം എന്നെപ്പറ്റിയുള്ള
നോ യുവർ കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ പൗരനെക്കുറിച്ച് രാജ്യത്തിന് അറിയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പേപ്പറുകളുടെ ബാഹുല്യമില്ല, ഇത്ര എംപ്ലോയീസിനെ വെക്കേണ്ടതില്ല. ഇതാണ് വസ്തുത. ഇനി ഇങ്ങനെയൊക്കെ ഇനി വില്ലേജിനും ജില്ലയ്ക്കുമൊക്കെ ഇടയിൽ ഇത് തഹസീൽദാർ എന്നൊരു തസ്തിക, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ്? ആ കൂടെ പാരലായിട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. ഇതെല്ലാം പാഴാണ്, ഒരാവശ്യമുള്ളതല്ല. ഇതൊക്കെയെങ്കിലും ഒന്ന് പരിഷ്കരിക്കാൻ ഒരു ചിന്തയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് നോക്ക്. കാരണം ഇവർ കിടന്ന് ബഹളം വെക്കും, എംപ്ലോയീസ് ബഹളം വെക്കും. എംപ്ലോയീസിൻ്റെ പരിരക്ഷയാണ് അവിടെ. തെങ്ങിൽ കയറുന്നവൻ്റെ, വഴി പണിയെടുക്കുന്നവൻ്റെ, അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരൻ്റെ, ആശാവർക്കറുടെ ഒക്കെ കാര്യം വരുമ്പോഴേക്ക് അവർക്ക് കൊടുക്കുന്നത് എന്താണ്? ഞങ്ങൾ 1500 തന്നില്ലേ, മറ്റേ ചാണ്ടി സാർ 600 തന്നുള്ളൂ, ഞങ്ങൾ 1500 തന്നില്ലേ. ചാണ്ടി സാറും നിങ്ങളുമല്ല ഇക്കാര്യത്തിൽ കണക്കാണ്. കാര്യം എന്താ? ഈ രാജ്യത്തെ പരിരക്ഷിക്കുന്ന മനുഷ്യരവരാണ്, ആഹാരം വിളയിക്കുന്ന മനുഷ്യരവരാണ്. എംപ്ലോയീസ് അവിടെ ഇരുന്നുകൊണ്ട് ഈ പേന ഉന്തുമ്പോഴല്ല രാജ്യം മുമ്പോട്ട് നീങ്ങുന്നത്. ഇവിടെ റോഡുണ്ടാക്കാൻ, ഇവിടെ മത്സ്യം പിടിക്കാൻ, അതുമല്ലെങ്കിൽ രാജ്യനിർമ്മിതിക്ക് ഏതെങ്കിലും രൂപത്തിൽ പണിയെടുക്കുന്നവരാണ്. ഇതൊരു ബൗദ്ധിക മേഖലയിൽ അധ്യാപകരൊക്കെ ആവശ്യമുണ്ട്. ആ മേഖലയ്ക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കണം. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ആ മേഖലയ്ക്കൊന്നും അല്ല പ്രാധാന്യം, മറിച്ച് വെറുതെ പേനയുന്തികളുടെ ഒരു ലോകം. ഈ ലോകം മാറ്റാതെ നമ്മുടെ രാജ്യം രക്ഷപ്പെടില്ല. അത് ഇന്ത്യ മൊത്തം ഉണ്ടെങ്കിലും ഇത്തരം രാജ്യങ്ങൾ, ഇത്തരം കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും വലിയ തൊഴിലാളികൾ സ്നേഹികളാണെങ്കിൽ ഇവിടെയാണ് പരിഷ്കരിക്കേണ്ടത്, ഈ ആശയങ്ങൾ പരിഷ്കരിക്കേണ്ടത്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ വിയോജിപ്പുകൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അതിൻ്റെ സാമ്പത്തിക നയം കാലഹരണപ്പെട്ടതാണ്. ആഗോളവൽക്കരണത്തോടും ഉദാരവൽക്കരണത്തോടും സ്വകാര്യവൽക്കരണത്തോടും അവർ മുഖം തിരിച്ച് നിന്നത് ഏറ്റവും അശാസ്ത്രീയമാണ്. ഇന്നവർ മാറി വരുന്നു എന്നുള്ളത് ഗുണപരമാണ്. അടുത്തൊരു കാര്യം, തൊഴിലാളി എന്നതിനെക്കുറിച്ചുള്ള ആ സങ്കല്പം തെറ്റാണ്. എംപ്ലോയീസ് അല്ല യഥാർത്ഥ തൊഴിലാളികൾ, മറിച്ച് രാജ്യനിർമ്മിതിയിൽ പങ്കെടുക്കുന്ന ആളുകൾ തന്നെയാണ്. മുന്തിയ പരിഗണന അവനാണ് കൊടുക്കേണ്ടത്. അതിന് പാശ്ചാത്യ മാതൃകകൾ സ്വീകരിക്കാൻ ഒരമാന്തവും വിചാരിക്കേണ്ടതില്ല. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ജോലികൾ ചെയ്യാൻ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് ഭായിമാരെ പോലും കിട്ടാതെ പോകും. കാരണം ഇവിടെ വന്ന ഭായിമാരുടെ കുട്ടികൾ എഡ്യൂക്കേറ്റഡാണ്. എഡ്യൂക്കേറ്റഡായ ആളുകൾ ഈ ജോലി തിരഞ്ഞെടുക്കാത്ത എന്താ? ജോലി മോശമായിട്ടല്ല, ആ ജോലിയും മനുഷ്യർ ചെയ്യും. പക്ഷേ തിരഞ്ഞെടുക്കാത്ത എന്താ? അട്രാക്റ്റീവായൊരു ഓഫർ നിങ്ങൾക്ക് വെക്കാനില്ല, അവൻ്റെ സുരക്ഷയെക്കുറിച്ചൊരു ചിന്തയില്ല, അവന് പെൻഷനില്ല, അവൻ്റെ കൂലി വളരെ കുറവാണ്. ഈ ഒരു അവസ്ഥ വിട്ടിട്ട് ഈ നിശ്ചിതമായ പരിരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം. അതാണ് ഇതിൻ്റെ അപജയം. പിന്നെ മനുഷ്യനെ ഈ രണ്ട് വർഗ്ഗങ്ങളാണെന്ന നിലയിൽ മാർക്സ് തിരിച്ചത് അദ്ദേഹത്തിൻ്റെ അന്നത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വിശ്വാസി ബൈബിളിനെ കാണുന്ന പോലെയോ ഖുറാനെ കാണുന്നത് പോലെയോ അതല്ലെങ്കിൽ ഭഗവത്ഗീതയെ കാണുന്ന പോലെയോ മാർക്സിൻ്റെ മൂലധനം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ബോധം എന്ന് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. സമൂഹത്തിൻ്റെ ഒരു പ്രശ്നത്തെ മാനവികതയുടെ വീക്ഷണത്തിൽ കൂടി കാണുന്ന സർഗാത്മകമായ എൻ്റെ ബോധത്തെയാണ് ഞാൻ ഇടതുപക്ഷമെന്ന് വിളിക്കുക. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയിൽ അധിഷ്ഠിതമായതല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത് കേൾക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ കമ്മ്യൂണിസത്തിൻ്റെ ഇത്തരം ചില അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ കമ്മ്യൂണിസം ഒന്നും എങ്ങും നടക്കുന്നില്ല. അതിപ്പോൾ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷിനോ സൈദ്ധാന്തികനായിട്ടുള്ള ഇവരുടെ MA ബേബി സാറിനോ ഒക്കെ അറിയാം. ഇവിടെങ്ങും അതൊന്നും വരാൻ പോകുന്നില്ല, ലോകത്തെങ്ങും വരാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരല്പം വ്യത്യാസമുള്ള കോൺഗ്രസ്സാണ്, അല്ലെങ്കിൽ കുറേ വ്യത്യാസമുള്ള BJP ആണ്. അതിൽ വ്യത്യാസമില്ല. 3 പാർട്ടികളും അടിസ്ഥാനപരമായി ഒരു സംഘപരിവാർ സിൻഡ്രോം ബാധിച്ച പാർട്ടികൾ തന്നെയാണ്. അതിൽ തീവ്ര ഹിന്ദുയിസം BJPയുടേതാണെങ്കിൽ മൃദു ഹിന്ദുത്വം കോൺഗ്രസിൻ്റേതാണ്. ഇനി പ്രായോഗിക ഹിന്ദുത്വം CPMൻ്റേതാണ്. കാരണം ശൂദ്രപ്പടയാണ് അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി ആളുകൾ രണ്ടാം സ്ഥാനത്തൊക്കെ കുറേ പേരുണ്ടെങ്കിലും ബാക്കി ആളുകളൊക്കെ വെള്ളം കോരികളും വിറക് വെട്ടികളുമായിട്ടൊക്കെ ഇതിനകത്ത് കാണും. ഇതാണ് സ്ഥിതി. അത്തരം ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ വിമർശനാത്മകതയോടെ പിന്തുണയ്ക്കുന്നു. അതിൻ്റെ കാരണം കമ്പാരിറ്റീവ്ലി എനിക്കിതിൽ ഈ ഭരണത്തിലോ ആ രീതിയിലോ ഏതാണ്ട് വലിയ അട്രാക്ഷൻ ഉണ്ടെന്നോ തീരെ മോശമാണെന്നോ അഭിപ്രായമില്ല. അപ്പോൾ സർഗാത്മകതയോടും മാനവികതയോടും ഒക്കെ അവർ പുലർത്തുന്ന ആ ഒരു വീക്ഷണത്തോട് ഒട്ടി നിന്നുകൊണ്ട് അതിൽ കുറേ ശരിയുണ്ട് എന്ന് കണ്ടുകൊണ്ട് മനുഷ്യത്വം എന്നൊരാശയത്തിലൂതി വസ്തുതകളെ അങ്ങനെ കാണുന്ന ഒരു ഇടതുബോധം, അതാണ് എനിക്കുള്ളത്. അല്ലാതെ മാർക്സ് എഴുതി വെച്ച, അല്ലെങ്കിൽ ഹെഗൽ ചിന്തിച്ച, എംഗൽസ് വിശദീകരിച്ച, സ്റ്റാലിൻ നടപ്പിലാക്കിയ അത്തരം ഒരാശയത്തോടും അതിലൊത്തിരി ഭീകരത കൂടി ഉണ്ടെന്നുള്ളതാണ്, ഒത്തിരി വയലൻസ് അതിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ വയലൻസിൻ്റെ അംശങ്ങളെ ഒട്ടും നമുക്ക് സ്വീകരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട്
ഈ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ വീക്ഷണം ഇങ്ങനെ അവതരിപ്പിച്ച് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.